ഹലോ ഗൈസ്, കുമ്പത്തിലിപ്പോൾ ഓരോരുട്ടാതിയാണ് കേട്ടോ ഞാൻ. അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച എൻ്റെ പിറന്നാളായിരുന്നു. പക്ഷേ ആരുടെ അടുത്തും ഞാൻ സ്റ്റാറ്റസ് ഒന്നും ഇടരുതെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ രാവിലെ ആകുമ്പോൾ എന്തായാലും സാമ്പാറും ഇതൊക്കെ വയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. കാരണം പിറന്നാളായിട്ടൊന്നും ആഘോഷിക്കണില്ല, കാരണം ആദർശേട്ടനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആദർശേട്ടൻ വരുമ്പോൾ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്തിനെ ആഘോഷിക്കാമെന്നാണ് നമ്മൾ മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് 2 ദിവസം മുന്നെയാണ് നമ്മുടെ ആദർശേട്ടൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ എന്തായാലും ഞാൻ അരയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഞാൻ അരച്ച് സെറ്റാക്കി കൊടുത്തു കേട്ടോ. പിന്നെ ഒരു ആപ്പിളും കഴിച്ചിട്ട് ഞാൻ നേരെ കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സമാധാനമായി ഗൈസ്, ഭയങ്കര ഒരു ഫ്രഷ് ആയൊരു ഫീലായിരുന്നു. പിന്നെ രാവിലെ എനിക്ക് ചോറ് മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലിയും ദോശയൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കതൊന്നും വേണ്ട, എനിക്കിഷ്ടം സാമ്പാറൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചോറിനുള്ള മൂടായിരുന്നു. അങ്ങനെ ഞാൻ എന്താ ചോറും അച്ചാറൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് ഫുഡ് അടിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അമ്മയ്ക്കും തേജപ്പനും ഇപ്പം നന്നായിട്ട് മറ്റേ ഓരോ ആക്ടിവിറ്റി ചെയ്യണ സ്വഭാവം തുടങ്ങിയിട്ടുണ്ട്. രണ്ടുപേരും നല്ല കളി കേട്ടോ. അപ്പോൾ ചേച്ചി സൈഡിൽ കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാനും തേജപ്പനും കൂടിയിട്ട് മാഗി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൊച്ചുട്ടിയൊക്കെ കൊണ്ട് ഇരുന്ന് കഴിച്ചു. മാഗി, യിപ്പി അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം വീട്ടിൽ ഇപ്പോഴും അത് സ്റ്റോക്ക് ഉണ്ടാവും. പിന്നെ ഇതാ ചേച്ചി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് വേണ്ട പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനും തേജപ്പനും ഒന്നും നോക്കില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് കഴിച്ചു. പിന്നെ അമ്മ അത് അടുത്ത ആക്ടിവിറ്റി ആയിട്ട് തേജപ്പൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതുവരെ ഇങ്ങനത്തെ ഗെയിമൊന്നും കളിച്ചിട്ടില്ല കേട്ടോ. ഈ അമ്മ ഞങ്ങളുടെ ഒപ്പം ഒന്നും കളിക്കാൻ വന്നിട്ടില്ല. ഇപ്പോൾ തേജപ്പൻ്റെ ഒപ്പം അമ്മ ഭയങ്കര കളിയിലാണ്. പിന്നെ നമ്മുടെ മാളുമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളിത് കണ്ണാടിയുടെ മുമ്പിൽ വന്നിട്ട് ജാതി മേക്കപ്പ് ആയിരുന്നു കേട്ടോ. പിന്നെ കുട്ടിക്ക് ഒരു റീൽസ് എടുത്തിടണം, അപ്പോൾ സാരി എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കണ്ടായിരുന്നു. പിന്നെ ചേച്ചി തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അവളും റെഡി ആവുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവളും തേജപ്പനും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഞങ്ങളിതാ ബസ് കയറ്റി അമ്മ പോയി, ഞാനും മാളും കൂടിയിട്ട് ഇവിടെ നിൽക്കുക ചെയ്തേട്ടോ. അപ്പോൾ അവൾക്ക് വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാനും അവിടെ നിന്നിട്ട് വീഡിയോ എടുത്തു. എനിക്ക് മാളുമ്മ വീഡിയോ എടുത്തു. പിന്നെ മാളുവിൻ്റെ കുറേ സാരികൾ അവൾ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പം അമ്മ അതൊക്കെ കൊണ്ടൊക്കെ പറഞ്ഞിട്ടൊക്കെ കവറിലാക്കിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പം എൻ്റെ അമ്മ നന്നായി ഷെയ്ക്ക് അടിക്കും ഗൈസ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അടിപൊളിയായിട്ട് ഷെയ്ക്കൊക്കെ അടിച്ച് തരും കേട്ടോ. അപ്പം അമ്മ ഒരു ഷെയ്ക്ക് അടിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.